എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ജീവിതത്തിൽ എല്ലാം നന്നായി പോകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പെട്ടെന്നൊരു തകർച്ചയോ രോഗമോ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളകിപ്പോകാറുണ്ടോ? സാഹചര്യങ്ങൾ മാറുമ്പോഴും മാറാത്ത, ഇളകിപ്പോകാത്ത ഒരു പ്രത്യാശയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ് അതിനാധാരം. ആകാശത്തിൻ്റെ കീഴിലെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സുവിശേഷത്തിൻ്റെ പ്രത്യാശ എന്നതാണ്. പ്രിയരെ, ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും അധികം അന്വേഷിക്കുന്നത് പ്രത്യാശയാണ്. സമ്പത്ത് നഷ്ടപ്പെട്ടവനും പ്രത്യാശ അന്വേഷിക്കുന്നു. രോഗത്തിൽ കഴിയുന്ന മനുഷ്യരും തേടുന്നത് പ്രത്യാശയാണ്. നിരാശയിൽ വീണ സകലമാന ആൾക്കാരും അന്വേഷിക്കുന്നത് ഈ പ്രത്യാശ തന്നെയാണ്. കാരണം പ്രത്യാശയില്ലാത്ത ജീവിതം ഒരു ചരട് പൊട്ടിയ പട്ടം പോലെയാണ്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് സാധാരണ പ്രത്യാശയെക്കുറിച്ചല്ല. പൗലോസ് പറയുന്നത് സുവിശേഷത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ്. ഈ പ്രത്യാശ മനുഷ്യരിൽ നിന്നല്ല നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രത്യാശ സാഹചര്യങ്ങളിൽ ആശ്രയിക്കുമ്പോൾ ലഭിക്കുന്നതുമല്ല. ഇത് യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലധിഷ്ഠിതമായ നിത്യമായ പ്രത്യാശയാണ്. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം എന്നത് ഒരു നല്ല വാർത്തയാണ്. പാപത്താൽ നഷ്ടപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാനായി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നതാണ് ആ നല്ല വാർത്ത. ക്രൂശിൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിലൂടെ നമുക്ക് പുതിയ ജീവനും നിത്യജീവൻ്റെ പ്രത്യാശയും ലഭിച്ചു. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രത്യാശ എന്നത് എൻ്റെ ഇന്നത്തെ അവസ്ഥ, ജീവിത സാഹചര്യം ഒരവസാന വാക്കല്ല. ദൈവത്തിന് എനിക്കായി ഒരു നിത്യമായ പദ്ധതി ഉണ്ട് എന്ന ഉറപ്പാണ്. പൗലോസ് ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മോട് പറയുന്നു. വിശ്വാസത്തിൽ നിലനിന്ന് കൊണ്ടാൽ, അതാണ് പ്രത്യാശയിൽ സ്ഥിരത വേണം. കാറ്റ് വീശുമ്പോൾ വേരുറച്ച മരം ഇളകാത്തതുപോലെ പരീക്ഷണങ്ങൾ വന്നാലും വിശ്വാസി ക്രിസ്തുവിൽ തന്നെ ഉറച്ച് നിൽക്കുന്നവരാകണം. ഇന്ന് പലരുടെയും വിശ്വാസം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കാര്യങ്ങൾ നന്നായാൽ സന്തോഷം, പ്രശ്നങ്ങൾ വന്നാൽ നിരാശ. എന്നാൽ സുവിശേഷത്തിൻ്റെ പ്രത്യാശ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ഇന്നും സകലത്തെയും നിയന്ത്രിക്കുന്നു എന്നും ആ ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന സത്യമാണ്. പ്രിയരെ, ജയിലഴികൾക്കുള്ളിലായിരുന്നപ്പോഴും പൗലോസ് പ്രത്യാശ നഷ്ടപ്പെടുത്തിയില്ല. കാരണം പൗലോസിൻ്റെ പ്രത്യാശ മനുഷ്യരിൽ ആയിരുന്നില്ല, ക്രിസ്തുവിലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് കഷ്ടതയുടെ നടുവിലും സുവിശേഷം പ്രസംഗിച്ചത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ മാനസിക ഭാരങ്ങൾ. എന്നാൽ സുവിശേഷത്തിൻ്റെ പ്രത്യാശ നമ്മോട് പറയുന്നത് ദൈവം നിന്നെ ഒരു നാളും വിട്ട് കളയുകയില്ല എന്ന യഥാർത്ഥ സത്യമാണ്. ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല എന്നുള്ളതാണ്. കാരണം അത് ജീവനുള്ള പ്രത്യാശയാണ്. അതിനാൽ നമുക്ക് ഇന്ന്
ശക്തമായൊരു തീരുമാനമെടുക്കാം. സാഹചര്യങ്ങളിലല്ല, മനുഷ്യരിലല്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ പ്രത്യാശ ഉറപ്പിച്ചു നിർത്താം. എന്നാൽ നാം ഇളകാത്തവരായി, അടിസ്ഥാനപ്പെട്ടവരായി, സ്ഥിരതയുള്ളവരായി, ജീവിക്കുന്നവരായി നമ്മൾ മാറും. ദൈവം നമ്മെ എല്ലാവരെയും സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ ഉറച്ച് നിൽക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. ഈ പ്രഭാത സന്ദേശം നിങ്ങളുടെ എവിടെയും ജീവിതത്തിൽ ഏറിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കപ്പെടുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.